നമസ്തേ. ഈ വർഷത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ ബി ജെ പിയെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്നോട് തന്നെ പലരും ചോദിച്ചതാണ്. അവർ ഈ കാര്യത്തിൽ ഒരു തീരുമാനം അറിയാതെ അവർ വോട്ട് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. കാരണം പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ അഴിമതി കാണിക്കുന്നു, വ്യാപകമായ അഴിമതി കാണിക്കുന്നു, വൻതോതിൽ കമ്മീഷൻ കൈപ്പറ്റുന്നു, അത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, ഡോളർ കടത്ത് നടത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ ബി ജെ പിക്കാരും കൂടിയാണ്. അതിൻ്റെ മാസപ്പടി, അതായത് സർക്കാരിൻ്റെ സ്വത്ത് അനധികൃതമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള പടി പ്രതിഫലമായിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിരിക്കുന്നു. മാസപ്പടി കേസെന്ന് അറിയപ്പെടുന്ന കേസിൽ ഇപ്പോൾ അന്വേഷണവും നടക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പരിസമാപ്തി എന്താണ്? ഇതിനൊക്കെ ഒരു അന്ത്യമില്ലേ? ഒന്നുകിൽ അന്വേഷിച്ചിട്ട് വേഗത്തിൽ നടക്കണം അന്വേഷണം. അന്വേഷിച്ചിട്ട് പറയണം ഇദ്ദേഹം കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പറയൂ. അദ്ദേഹം സ്വസ്ഥനായിട്ടിരിക്കട്ടെ, ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തനി നിറം കാണട്ടെ. ഇനി കുറ്റക്കാരനാണെങ്കിലും അത് തന്നെ പറയൂ. അപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ തനി നിറം കാണും. ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ പറ്റിക്കരുത്. കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പോൾ മാസപ്പടി കേസിൽ വെളിയിൽ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർ പോലും പരിശോധിച്ചാൽ കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാകുന്നതാണ്. ആ കേസിൽ പോലും അങ്ങനെ നടപടികൾ മുന്നോട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വേഗതയിൽ നീങ്ങുന്നില്ല. അതാണ് കാണുന്നത്. ഇപ്പോൾ എന്നെങ്കിലും ഈ കേസുകളൊക്കെ അവസാനിച്ച്, അന്വേഷണം അവസാനിച്ച് ഈ കുറ്റക്കാരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ കേസെടുക്കുമോ? അവരെ അറസ്റ്റ് ചെയ്യുമോ? ഇ ഡി ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയത് 2020 ഇപ്പോഴും വ്യക്തമായിട്ടുള്ളത്. അതും വീണ ടി കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ കേന്ദ്ര സർക്കാർ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളിൽ നിന്നാണ് ഈ സത്യം വെളിപ്പെട്ടിട്ടുള്ളത്, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 2021 തിരഞ്ഞെടുപ്പിൽ ഈ കാര്യം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പിക്കാർ ഇത് വെളിപ്പെടുത്തിയില്ല? എന്തുകൊണ്ടത് മറച്ചു വെച്ചു? അപ്പോൾ അന്ന് ഇത് വെളിപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഇവിടെ ഒരു രണ്ടാം ഭരണം ഉണ്ടാകത്തില്ലായിരുന്നു. രണ്ടാം ഭരണം ഉണ്ടായില്ലെങ്കിൽ ഇത്രയും വലിയ അതിക്രമങ്ങൾ നടക്കത്തില്ലായിരുന്നു. ഒരുപാട് അതിക്രമങ്ങൾ അതിന് ശേഷമാണ് നടത്തിയത്. അതായത് ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വജനപക്ഷപാതം. എല്ലാ രംഗങ്ങളെയും സ്വജനപക്ഷപാതം കാണിച്ച് നശിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗമായാലും മറ്റേത് രംഗമായാലും കഴിവില്ലാത്തവരുടെ ഭരണം. അത് ഭരിക്കുന്ന വകുപ്പിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ലാത്ത ആളുകൾ ഭരിച്ച് മുടിക്കുകയാണ്, ദുർവ്യയം ചെയ്യുകയാണ്, ധൂർത്തടിക്കുകയാണ്, അനാവശ്യ ചെലവുകൾ ഏറ്റെടുക്കുകയാണ്, ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. അത് വരുമാനം ഉണ്ടാക്കാനുള്ള നികുതി കൃത്യമായിട്ട് പിരിക്കുന്നില്ല. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണ്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് പൈസ വസൂലാക്കാനുള്ള വർദ്ധിപ്പിച്ച നികുതി ഏർപ്പെടുത്തുകയാണ്. ജനങ്ങളുടെ നട്ടലൊടിക്കുന്ന പരിപാടിയാണ്. ആശുപത്രികളിൽ മരുന്നില്ല, പിന്നെ സപ്ലൈക്കോയിൽ ഭക്ഷണ സാധനങ്ങൾ, അരി, ധാന്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. ആശുപത്രികളിൽ മരുന്നില്ല, പിന്നെ ആശുപത്രിയിൽ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇങ്ങനെ അത് പട്ടികവർഗ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല, അവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്നില്ല, പൈസ ഇല്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ കണക്ക് നിരത്തി പറയുന്നു കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ഒരു അഴിമതിയുടെയും ധൂർത്തിൻ്റെയും ഭരണത്തെ എങ്ങനെ നിലനിർത്തി നിർത്താൻ പറ്റും? അതെന്തുകൊണ്ട് ബി ജെ പിക്കാർ ആലോചിക്കുന്നില്ല? അത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അഴിമതിക്കെതിരെ കേസെടുത്ത് അവരെ ശിക്ഷിക്കാൻ വേണ്ട നടപടികൾ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഏറ്റവും പറ്റിയ ഒരു കേസാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പുള്ള കേസുകളുണ്ട്, കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ
ആ, ഡോളർ കടത്തുമൊക്കെ ഉണ്ട്, വലിയ വലിയ കേസുകളുണ്ട്. അവിടെ എങ്ങും ഒന്നും ചെയ്തതായിട്ട് അല്ലെങ്കിൽ ആ കേസുകളൊക്കെ ഏതെങ്കിലും ഒരു ഒരു അതിൻ്റെ സ്വാഭാവിക പരിസമാപ്തിയിൽ എത്തിച്ചതായിട്ട് നമുക്കറിയത്തില്ല. ഡോളർ കള്ളക്കടത്ത് ഒരു വലിയ കേസാണ്. അതുപോലെ പ്രോട്ടോക്കോൾ ലംഘിച്ച് വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് സൽക്കാരം നൽകുകയും അവരെ ഉപയോഗപ്പെടുത്തി ആണ് ഈ കള്ളക്കടത്തൊക്കെ നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത് ലൈഫ് മിഷൻ 20 കോടി ആരാണ്ട് കൊടുത്തിട്ട് 10 കോടിയോളം വെട്ടിമാറ്റി പാവങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഇതിനൊക്കെ ശരിക്ക് ഇതൊക്കെ നടന്നത് മുഖ്യമന്ത്രിയുടെ ആഫീസ് വെച്ചാൽ അപ്പോൾ മുഖ്യമന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലേ? ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണെന്നാണ് അതിൻ്റെ ചുമതലപ്പെട്ടവർ തന്നെ പറയുന്നത്. കുറേ ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്ത് അവിടെ അവസാനിച്ചു. അവസാനം ഇപ്പം പിന്നെ ഉദ്യോഗസ്ഥനായിട്ടുള്ള നമ്മുടെ ശിവശങ്കർ മാത്രം കിടക്കുന്നു, ജയിലിൽ കിടക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ജാമ്യം കിട്ടി, അങ്ങനെ വീട്ടിലിരിക്കുകയാണ്, ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇത്. അല്ലാതെ ശരിക്കിത് കുറ്റങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയ, അതിന് നിർദ്ദേശം നൽകിയ, ആരുടെ നിർദ്ദേശത്തിലാണ് ഈ കുറ്റങ്ങളെല്ലാം ചെയ്ത് ആ ആൾ ശിക്ഷിക്കപ്പെടുന്നില്ല. ഒന്നിൽ അന്വേഷണം നടത്തി പറയണം ഈ ആൾ കുറ്റക്കാരനല്ല, അത് പറയണം, അത് എത്രയും പെട്ടെന്ന് പറയണം. ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഇത് ചെയ്യണം, ജയിലിലടയ്ക്കാൻ നോക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അപ്പം അങ്ങനെ നിശ്ചിതമായിട്ടുള്ള ഒരു ഖണ്ഡിതമായിട്ടുള്ള ഒരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കത്തില്ല. നിങ്ങളും അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നെ ജനങ്ങൾ വിശ്വസിക്കുള്ളൂ. അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർക്ക് എന്തിനാണ് വോട്ട് കൊടുക്കുന്നത്? അഴിമതിക്ക് കൂട്ടു നിൽക്കുകയല്ലേ ഇത്? അതിനാരെങ്കിലും വോട്ട് തരുമോ? അഴിമതി വിമുക്ത പ്രതിച്ഛായയുള്ള ആളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുക, ആ ആരാണ് ഇതിൻ്റെ പിന്നിൽ? അതൊക്കെ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതൊരു തീരുമാനത്തിലെത്തിക്കണം. അങ്ങനെയാണെങ്കിൽ BJPക്ക് കേരളത്തിൽ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയൂ. അവർക്ക് ജനങ്ങൾ അവരെ അനുകൂലിക്കുന്നവർ തന്നെ വോട്ട് നൽകും. അത് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.